Hello everyone, welcome back. It's me Anamika. So ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷുഡ് ഐ പോസ്റ്റ് എ വീഡിയോ ഓൺ മൈ S2 എക്സാം റിസൾട്ട്. അപ്പോൾ കുറച്ച് പേരാണെങ്കിൽ പോലും അവർ ചെയ്യാനായിട്ടാണ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഐ തോട്ട് ടു മേക്ക് എ വീഡിയോ. സോ ഫൈനലി ഐ എം പോസ്റ്റിംഗ് ഇറ്റ്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് പേർക്ക് അറിയുമായിരിക്കും, ഞാനിപ്പം ബിടെക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫസ്റ്റ് ഇയർ ഒക്കെ കഴിഞ്ഞു, എൻഡായി. അപ്പോൾ ഞാൻ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ KTU യൂണിവേഴ്സിറ്റിയാണ്, ഒരു ഓട്ടോണമസ് ബാച്ചാണ്. അപ്പോൾ ഞങ്ങളുടെ റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സുമായി എനിക്ക് ആ റിസൾട്ട് ഒന്ന് പങ്കുവെക്കണം എന്നുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ്സ് ദ വീഡിയോ. ആൻഡ് യാ, സോ മൈ റിസൾട്ട് ഇസ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ റിസൾട്ട് കൊടുക്കാം. Guys, I have got 9.91 SGPA. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ബിക്കോസ് ഐ ഹാവ് നെവർ തോട്ട് ടു ഗെറ്റ് ദിസ് മച്ച് മാർക്സ്. ഞാൻ ഒരിക്കലും ഇത്രയും മാർക്സ് കിട്ടുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് കമ്പയർഡ് ടു S1, എനിക്ക് S1-ൽ മാർക്സ് ഉണ്ടായിരുന്നു, 9.1 സംതിങ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അതിൽ കുറച്ച് ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ കുറച്ച് എന്നെ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാട്ടിലും ഒരു ബെസ്റ്റ് റിസൾട്ടാണ് എനിക്ക് S2-ൽ കിട്ടിയത്. സോ ഐ എം സോ ഹാപ്പി. പിന്നെ ഇനി SGPA എന്താണ് എന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ഒത്തിരി പേർക്ക് അറിയുന്നുണ്ടാകും, പക്ഷെ അറിയാത്തവർക്ക് പറയാം. SGPA എന്ന് പറയുന്നത് സെമസ്റ്റർ ഗ്രേഡ് പോയിൻ്റ് ആവറേജ് ആണ്. അതായത് ഒരു സെമസ്റ്ററിൽ നമുക്ക് കുറച്ച് സബ്ജക്ട്സ് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും നമുക്ക് കിട്ടിയ മാർക്സ്, നമ്മൾ എഴുതിയ എക്സാമിലെ മാർക്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരൊരു പോയിൻ്റ് ഡിറ്റർമൈൻ ചെയ്യും. നമുക്ക് ഓരോ ഗ്രേഡ് കിട്ടും, അതിൻ്റെ പോയിൻറ്റും നമുക്ക് ഓരോ സബ്ജക്റ്റിനും ക്രെഡിറ്റ് പോയിൻറ്റ്സ് ഉണ്ടാവും. അതെല്ലാം പാടെ നോക്കിയിട്ട് ഫൈനലി മാക്സിമം മാർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാക്സിമം SGPA എന്ന് പറയുന്നത് 10 ആണ്. സോ അതിലാണ് ഐ ഹാവ് ഗോട്ട് 9.91. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ മാർക്സ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും, ഹൗ ടു ഗെറ്റ് ദിസ് മാർക്ക്, അല്ലെങ്കിൽ ഏത് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്തത്, എങ്ങനെയാണ് ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഐ ഹാവ് അപ്ലോഡഡ് എ വീഡിയോ ഓൺ യൂട്യൂബ്, how I prepared for the university exam. So you can watch it. ആദ്യത്തെ 2 എക്സാമിന് ഞാൻ എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തത്, എന്തൊക്കെ മെത്തേഡ്സാണ് ഞാൻ യൂസ് ചെയ്തത്, എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടി ഞാൻ പഠിച്ചത് എന്നുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലുണ്ട്. സോ വീഡിയോൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. സോ ഇഫ് യു വാണ്ട്, ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഒഫീഷ്യലി ദ ഫസ്റ്റ് ഇയർ ഹാസ് എൻഡഡ്. അപ്പോൾ ഇനിയിപ്പം സെക്കൻഡ് ഇയറിലോട്ടാണ് പോകുന്നത്. എന്താവും എങ്ങനെയാവും എന്നുള്ളതൊന്നും അറിയില്ല. നമ്മളിപ്പോഴാണ് ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ശരിക്കും ആക്ച്വലി ഒരു ബേസാണ് എഞ്ചിനീയറിങ്ങിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കറക്റ്റായിട്ടൊരു നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് CSE എന്നുള്ളൊരു ബ്രാഞ്ചിലോട്ട് നമ്മൾ എൻ്റർ ആവാൻ പോകുന്നത് സെക്കൻഡ് ഇയർ തൊട്ടാണ്. സോ എങ്ങനെയായിരിക്കും നമ്മളുടെ പഠിക്കാനുള്ള കാര്യങ്ങൾ, എന്തൊക്കെയായിരിക്കും നമ്മുടെ സിലബസ്, എന്തായി തീരുമെന്ന് ഒരു ഐഡിയ ഇല്ല. സോ നല്ലതാവട്ടെ എന്ന് വിശ്വസിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ ഹോപ്പ് യു ലൈക്ക് ഇറ്റ് ഗൈസ്. ആൻഡ് എന്തെങ്കിലും വീഡിയോ സജഷൻസ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ ആൻഡ് നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.